പാലക്കാട് വീണ്ടും എം പി രാജേഷ് മൂന്നാം തവണയും ജനവിധി നേടുകയാണ്. നമുക്ക് നമ്മളോടൊപ്പം എം പി രാജേഷ് തന്നെ ചേരുന്നു. പാർട്ടി മൂന്നാം തവണയും അവസരം തന്നിരിക്കുന്നു. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 2 തവണ പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭംഗിയായി ചുമതലാബോധത്തോടുകൂടി നിറവേറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി കണക്കാക്കി എന്നാണ് അതിനർത്ഥം. കഴിഞ്ഞ 2 തവണയും എങ്ങനെയാണോ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയത് അതുപോലെ തന്നെ തുടർന്നും ഉത്തരവാദിത്വം നിറവേറ്റി. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ പ്രധാന പ്രചരണ വിഷയമാക്കുക? പാലക്കാട് ഏറ്റവും പ്രധാനമായിട്ട് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ മുൻനിർത്തി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പ്രധാനമായിട്ടും പ്രവർത്തിക്കുക. ഒപ്പം LDFന്റെ തിളക്കമാർന്ന രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തിപ്പിടിക്കുന്ന ഉറച്ച ചാഞ്ചാട്ടമില്ലാത്ത മതനിരപേക്ഷ നിലപാട് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് മത്സരിക്കുക. എതിർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഏതെങ്കിലും തരത്തിൽ വിജയ സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ പ്രതികൂല ഘടകമായി മാറും കരുതുന്നു? ഒരു തരത്തിലും അങ്ങനെ കണക്കാക്കുന്നില്ല. ഞാൻ എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും തുല്യമായ ബഹുമാനത്തോടുകൂടി ആണ് കാണുന്നത്. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ആ തുല്യ ബഹുമാനത്തോടുകൂടി തന്നെ അവരെ കണക്കാക്കും. എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങളുടെ മുന്നണിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ. ഇപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ BJP വലിയ പ്രചരണമായിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് കേരളത്തിൽ ഉടനീളമുള്ളതാണ്. പാലക്കാട് മണ്ഡലത്തിൽ അത്തരത്തിൽ പ്രത്യേകിച്ച് ആ സമരഘട്ടത്തിലെല്ലാം തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയപരമായി അതായത് പാർട്ടിക്ക് പുറത്തുള്ള അതായത് ആളുകളുടെ വോട്ടിനെ അല്ലെങ്കിൽ അതിനെ ഭിന്നിപ്പിക്കും എന്ന് കരുതുന്നുണ്ടോ? ഒരു തരത്തിലും കരുതുന്നില്ല. ഞാൻ എല്ലാ പ്രശ്നങ്ങളിലും നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട്. അതിൽ ഒരു ഒളിച്ചുകളിയുടെയോ സത്യസന്ധതയില്ലായ്മയുടെയോ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ വിശദീകരിക്കുക എന്ന ചുമതല നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയും ഒപ്പം നാടിന്റെ വികസനവുമാണ്. അതിനെക്കുറിച്ച് പറയാൻ ഭയപ്പെടുന്നവരാണ് മറ്റ് വികാരപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുക. അപ്പൊ ഞങ്ങൾക്കിത് രണ്ടിനെക്കുറിച്ചും പറയാൻ ഭയമില്ലാത്തതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധനവ്, കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, കാർഷിക പ്രതിസന്ധി, അതുപോലെ തൊഴിലില്ലായ്മ രൂക്ഷമായത്, പൊതുമേഖലാ വ്യവസായങ്ങൾ പൂട്ടുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം എതിരായിട്ട് 10 വർഷം പാർലമെന്റിൽ അതിശക്തമായിട്ട് നിലപാടെടുക്കുകയും പൊരുതുകയും ചെയ്തിട്ട ഒരാളാണ്. അതാണ് ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ജനത്തിന്റെ താൽപര്യത്തിന് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി പാർലമെന്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് അവർക്ക് ബോധ്യമുണ്ട്. അതുതന്നെയാണ് ഞാൻ ജനങ്ങളോട് പറയാനുള്ളത്. ഈ നിമിഷം മുതൽ പ്രചരണം തുടങ്ങുകയാണ്. പ്രചരണം ഇനിയിപ്പോ തുടങ്ങാതെ പറ്റില്ലല്ലോ. അപ്പോൾ പ്രചരണം തുടങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും. തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹമുള്ളത്. മൂന്നാം വട്ടവും പാർട്ടി ഒരു അവസരം തന്നത് അദ്ദേഹത്തിനുള്ള അംഗീകാരം കൂടിയായി കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മറ്റ് ആശങ്കകളൊന്നുമില്ല. സ്ഥാനാർത്ഥികൾ ആരായാലും അത് പാർട്ടിയുടെ വിജയത്തെയോ ഒന്നും തന്നെ ബാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസം കൂടി എം പി രാജേഷ് പങ്കുവയ്ക്കുന്നു. CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി കോടിയേരി ബാലകൃഷ്ണൻ നടത്തി. വിവിധ സ്ഥാനാർത്ഥികൾ ന്യൂസ് 18 പ്രതികരിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾക്കൊപ്പം.